ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിബു സോഷ്യൽ ക്രിയേഷൻസ്. ഇന്നത്തെ ഈ വീഡിയോയിൽ DJIയുടെ തന്നെ മിനി 5 പ്രോയും എയർ 3S തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് DJI കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഒരു ലൈറ്റ് വെയിറ്റ് കാറ്റഗറിയിൽ, മൈക്രോ ഡ്രോൺ കാറ്റഗറിയിൽ വരുന്നതാണ് മിനി 5 പ്രോ എന്ന് പറയുന്നത് ഡ്രോൺ. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 250 grams DJI മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. മറ്റേതാണെങ്കിൽ എയർ 3S എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡ്രോണാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ലയൻറ്റ് വർക്കും അതേപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ D-Log M-ൽ നമുക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓംനി ഡയറക്ഷനും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ വിൻഡ് റെസിസ്റ്റൻസ് അതേപോലെ തന്നെ ഫ്ലൈറ്റ് ടൈമിങ്, അതാണ് എയർ 3S എയർ മിനി 5 പ്രോ എന്ന് പറയുന്ന ഈ രണ്ട് ഡ്രോണും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും മികച്ചത് ഏതാണെന്നുള്ളതാണ് നമുക്കിന്ന് നോക്കേണ്ടത്. അതിൽ ഫസ്റ്റ് നമുക്ക് മിനി 5 പ്രോന് ഒരു കമ്പാരിസൺ നടത്താം. മിനി 5 പ്രോയിലെ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കയ്യിൽ ഒതുങ്ങുന്ന ഒരു 250 gram ഭാരം മാത്രമുള്ള ഒരു ചെറിയ ഡ്രോണാണ് മിനി 5 പ്രോ. മിനി സീരീസിൽ വന്നിട്ടുള്ള ഡ്രോണുകളെല്ലാം ആ 249 gram കാറ്റഗറിയിലാണ് വന്നിട്ടുള്ളത്. ഇതും ഏകദേശം ആ ഒരു കാറ്റഗറി തന്നെയാണ് DJI മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു 1 ഇഞ്ച് സെൻസർ വരുന്നുണ്ടെന്നുള്ളതാണ്. 1 ഇഞ്ച് സെൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ലോ ലൈറ്റ് കണ്ടീഷനിലുമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് DJI കൊടുത്തിട്ടുള്ളത്. 1 ഇഞ്ച് സെൻസർ വരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു വെയിറ്റ്, ഓവറോൾ വെയിറ്റ് ഒന്നും അധികം വർദ്ധിച്ചിട്ടില്ലെന്ന് വേണം പറയാൻ. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫൂട്ടേജ് നമുക്ക് ഈ ഒരു മിനി ഡ്രോൺ കൊണ്ട് പോസിബിൾ ആണെന്നാണ് പറയുന്നത്. ഒരു 50 MP സ്റ്റിൽസും നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 50 MP മറ്റേ സ്റ്റിൽസിനെക്കാട്ടിലും വീഡിയോയ്ക്കാണ് ഇതിന് പ്രയോറിറ്റി കൂടുതൽ. കാരണം രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ക്വാളിറ്റി കുറച്ച് ഒന്ന് കുറവാണ് ഈ 50 MP തരുന്ന സ്റ്റിൽ ഔട്ട് എന്ന് പറയുന്നത്. പക്ഷേ വീഡിയോ ക്വാളിറ്റി ഒരു രക്ഷയില്ല, മികച്ച ഒരു ഔട്ട്കമാണ് DJI ഇതിൽ തന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ 14 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ച് വരുന്നുണ്ട്. 14 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ ലൈറ്റ് കണ്ടീഷൻസിലൊക്കെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഇൻക്ലൂഷൻ തന്നെയാണ്. കാരണം നമുക്ക് നോയ്സ് പരമാവധി കുറച്ചുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫുട്ടേജ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ആയിട്ടുള്ള അഡോബി പ്രീമിയർ അതേപോലെ തന്നെ ഡാവിഞ്ചി റിസോൾവിലൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നോയ്സ് റിഡക്ഷനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം നോയ്സ് നമുക്ക് റിഡ്യൂസ് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. അധികം നോയ്സ് ഇതിൽ വരുന്നില്ല എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല ഡൈനാമിക് റേഞ്ചൊക്കെ ഉള്ള ഒരു ഡ്രോൺ തന്നെയാണ് മിനി 5 പ്രോ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഫോർവേഡ് ഫേസിങ് ലൈഡാർ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ റിട്ടേൺ ടു ഹോം ഫംഗ്ഷനൊക്കെ വളരെ മികച്ചതാണെന്ന് വേണം പറയാൻ. കാരണം നമുക്ക് തിരിച്ച് ഒരു റിട്ടേൺ, നമ്മൾ ഇപ്പോൾ ബാറ്ററി കണ്ടീഷനൊക്കെ വളരെ ലോ ആവുകയാണെങ്കിൽ റിട്ടേൺ ടു ഹോം നമ്മൾ ആ ഒരു ഓപ്ഷൻ, ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ലോ ലൈറ്റിൽ പോലും നല്ല രീതിയിലുള്ള ഒരു ഓംനി ഡയറക്ഷനൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു ഡ്രോൺ തന്നെയാണ് മിനി 5 പ്രോ എന്ന് പറയുന്നത്. ആ റിട്ടേൺ ടു ഹോം ഒക്കെ വളരെ പ്രിസൈസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഡ്രോണിൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ളതെന്ന് വേണം പറയാൻ. പിന്നെ എന്നെ ഇതിൽ വളരെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞത് ഇതിൻ്റെ 225 ഡിഗ്രി റൊട്ടേഷണൽ ക്യാമറയാണ്. നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ എടുക്കാൻ വേണ്ടി ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ ഇതിലൊരു ആക്റ്റീവ് ട്രാക്ക് 360 ഡിഗ്രീസ് വരുന്ന ഒരു ആക്റ്റീവ് ട്രാക്ക് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വെഹിക്കിൾ, പ്രത്യേകിച്ച് സൈക്ലിങ്ങോ അല്ലെങ്കിൽ ബൈക്കിലോ ഒക്കെ നമ്മൾ റൈഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് ട്രാക്കിംഗ് തന്നെയാണ് ഈ ഒരു ഡ്രോൺ പ്രൊവൈഡ് ചെയ്യുന്നത്.
DJI അവകാശപ്പെടുന്നത് ഒരു 35 മിനിറ്റ് ഫ്ലൈറ്റ് ടൈം ആണെങ്കിലും ഒരു 20 മിനിറ്റ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലൈറ്റ് പെർ ബാറ്ററി ചാർജിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഓഫ് വരുന്ന ട്രാൻസ്മിഷൻ നല്ല രീതിയിലുള്ള 20 കിലോമീറ്റേഴ്സ് എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ പ്രാക്ടിക്കൽ സെൻസിൽ വരുമ്പോഴത്തേക്ക് കമ്പനി പറയുന്നത് വേറെ, അത് നമുക്ക് കിട്ടുന്നത് അതിൽ കുറച്ച് കുറവായിരിക്കും. പ്രൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഏകദേശം ഒരു 1,32,000 റുപ്പീസാണ് വരുന്നത് കോംബോ പാക്കോടുകൂടി. അത് കുറച്ചൊന്ന് പ്രൈസിയാണ്. പിന്നെ ഡീലോഗ് ആണ് വരുന്നത്. നമുക്ക് സാധാരണ ഇപ്പം ഫൂട്ടേജസ് ഒക്കെ 10 ബിറ്റ് ഷൂട്ട് ചെയ്യുന്ന ഫൂട്ടേജസ് ഒക്കെ നല്ല രീതിയിൽ കളർ റെൻഡർ ചെയ്യാനും പിന്നെ അതനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് ലട്സ് ഒക്കെ ആഡ് ചെയ്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഫൂട്ടേജ് തന്നെയാണ് DJI Mini 5 Proയിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 ഇഞ്ച് സെൻസറാണ്, വെർട്ടിക്കൽ ഷൂട്ടിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഫ്ലൈറ്റ് ടൈം ഒരു 35 മിനിറ്റ്സ് വരെയുള്ള ഫ്ലൈറ്റ് ടൈം ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് നല്ല വശങ്ങളുണ്ട് ഈ ഒരു ഡ്രോണിന്. പിന്നെ അതിൻ്റെ കോൺസ് നോക്കുകയാണെങ്കിൽ അതിൽ മേജർ കോണായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ വിൻഡ് റെസിസ്റ്റൻസിൻ്റെ ആ ഒരു അപര്യാപ്തതയാണ്. കാരണം നല്ലൊരു ഹെവി വിൻഡി കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഡ്രോൺ പറത്തി കഴിഞ്ഞാൽ അത് ആ ഒരു ഹോൾഡ് ചെയ്യാൻ ആ എയർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എയർ പ്രഷറൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടും. സാധാരണ ഇപ്പോൾ നമുക്ക് ഒരു ഡ്രോൺ ക്രാഷ് ആവുന്നതും മറ്റുമൊക്കെ. പക്ഷേ ഇതിൽ ഓംനി ഡയറക്ഷണൽ ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു മേക്ക് വളരെ ഫ്രജൈലായിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ബിൽഡപ്പ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള ഡ്രോൺസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ബിൽഡപ്പ് വളരെ മോശമാണെന്ന് വേണം പറയാൻ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഒരു വിൻഡി കണ്ടീഷനിലൊക്കെ ഇത് വിശ്വസിച്ച് ഫ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി അല്ലെങ്കിൽ കളർ റെൻഡറിങ് ക്വാളിറ്റിയൊക്കെ ടോപ്പ് നോച്ചാണ്. രണ്ടാമത്തെ ഡ്രോൺ എന്ന് പറയുന്നത് Air 3S ആണ്. Air 3S എന്ന് പറയുന്നത് പ്രൊഫഷണലായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ക്ലയൻറ്റ് വർക്കിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രോണാണ്. 24 മില്ലിമീറ്ററിൻ്റെ ഈ വൈഡ് ആംഗിൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലാർജ് വാസ്റ്റ് ഒരു ലാൻഡ്സ്കേപ്പും എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഷോട്ടും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 70 മില്ലിമീറ്ററിൻ്റെ ഒരു മിഡ് ടെലിഫോട്ടോ ലെൻസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്ലോസ് ആയിട്ടുള്ള ഷോട്ട്സിനും പോസിബിളാണ്. പിന്നെ ഇതിൽ 10 ബിറ്റിൻ്റെ D-Log ആണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കളർ റെൻഡർ ചെയ്യാനും ലട്ട് സപ്ലൈ ചെയ്യാനും ഒക്കെ അത് ധാരാളമാണ്. ആക്റ്റീവ് ട്രാക്ക് 360 ഡിഗ്രീസിൻ്റെ ആക്റ്റീവ് ട്രാക്ക് ഇതിൽ വരുന്നുണ്ട്. DJI Mini 5 Proയിൽ വരുന്നത് പോലെ തന്നെ Air 3Sലും വരുന്നുണ്ട്. Air 3Sൽ നമുക്ക് 4K 60p ഫുൾ ഫ്രെയിം, അതേപോലെ തന്നെ 4K 120 ഫ്രെയിംസ് പെർ സെക്കൻഡ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. Air 3Sലും 14 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ചാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലോ ലൈറ്റ് പെർഫോമൻസും ഈ ഒരു ഡ്രോണിൽ അവൈലബിൾ ആണ്. നൈറ്റ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയൊക്കെ പറ്റിയ ഒരു ഡ്രോൺ തന്നെയാണ് Air 3S. ലൈഡാർ ഫെസിലിറ്റീസും ഇതിലും അവൈലബിൾ ആണ്. റിട്ടേൺ ടു ഹോം ഫംഗ്ഷനൊക്കെ നല്ല രീതിയിലാണ് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. DJI ഫ്രെയിം ചെയ്യാനും കമ്പോസ് ചെയ്യാനും മൾട്ടിപ്പിൾ ഷോട്ട്സ് എടുത്തിട്ട് അതൊരു പനോരമയാക്കാനുമുള്ള ഒരു ഫെസിലിറ്റി, ഒരു ഫീച്ചർ DJI ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രോസ് നോക്കുകയാണെങ്കിൽ ഇതൊരു എക്സലൻറ്റ് ക്യാമറയാണ്. 70 മില്ലിമീറ്റർ അതേപോലെ തന്നെ 24 മില്ലിമീറ്റർ അവൈലബിൾ ആണ്. നമുക്ക് വൈഡും ക്ലോസും ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല 4K 120 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ നല്ല സ്ലോ സ്റ്റഡി ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്ലൈറ്റ് ടൈം വന്നിട്ട് ഒരു 45 മിനിറ്റ്സ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. Mini 3യിൽ ഒരു 45 മിനിറ്റ്സ് ആണ് ഫ്ലൈറ്റ് ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിലും 35 മിനിറ്റ്സ് ഒക്കെ നമുക്ക് അത്യാവശ്യം ഫ്ലൈറ്റ് ടൈം കിട്ടുന്നതാണ്. ഇതിൻ്റെ മെയിൻ കോൺസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഇതൊരു ഫിക്സഡ് അപ്പേർച്ചറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ND ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് മാറി യൂസ് ചെയ്യാനുള്ള ഒരു ഇൻകൺവീനിയൻസ് ഈ ഒരു ഡ്രോണിൽ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ കണ്ടു വേണം എക്സ്പോഷറൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ട് വേണം ഇതിൽ ഡ്രോൺ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈമിലൊക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഗോൾഡൻ അവേഴ്സിലോ അല്ലെങ്കിൽ ബ്ലൂ അവേഴ്സിലൊക്കെ നല്ല രീതിയിൽ ലൈറ്റുള്ള കണ്ടീഷൻസിലൊക്കെ എക്സ്പോഷർ കൺട്രോൾ ചെയ്ത് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഇത് Mini 5നെ പോലെയല്ല, വെയിറ്റ് കുറച്ച് കൂടുതൽ 724 grams ആണ് ഇതിന് വെയിറ്റ് വരുന്നത്. പ്രൈസ് ആണെങ്കിൽ Mini 5നെ അപേക്ഷിച്ച് ഒരു 30,000 റുപ്പീസ് കൂടുതലാണ്. 1,60,000 റുപ്പീസിനാണ് ഇതിൻ്റെ ഒരു കോംബോ പ്രൈസ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ Mini 5 Proയിലാണെങ്കിൽ ഒരു 1,32,000 കോംബോ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അതിൽ നിന്നും ഒരു 30,000 രൂപ കൂടുതലാണ് ഈ ഒരു ഡ്രോണിന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് നിലവിൽ. ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് പ്രൊഫഷണൽ ക്വാളിറ്റി പിക്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിറ്റി ഉള്ള വീഡിയോ ഫുട്ടേജസ് എടുക്കാനായിട്ട്
നല്ല ട്രാവലേഴ്സിനും അതേപോലെ തന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ നല്ല രീതിയിൽ നേച്ചർ ഫോട്ടോഗ്രാഫിയൊക്കെ പകർത്താനും ഒക്കെ ഉപയോഗത്തായിട്ടുള്ള നല്ലൊരു ഡ്രോൺ തന്നെയാണ് Air 3S. വിൻഡി കണ്ടീഷൻസിലൊക്കെ നല്ല രീതിയിലുള്ളൊരു സ്റ്റെബിലിറ്റി തന്നെയാണ് ഈ ഒരു ഡ്രോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ Air 3S സ്റ്റെബിലിറ്റി വൈസ് ആയിട്ട് മിനി 5 പ്രോവിനെക്കാട്ടിലും മുമ്പിൽ നിൽക്കുന്ന ഒരു ഡ്രോണാണ്. പക്ഷേ ഒരു 30,000 രൂപയുടെ ഒരു പ്രൈസ് ഡിഫറൻസിൽ നമുക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രോൺ തന്നെയാണ് Air 3S. പക്ഷേ ക്വാളിറ്റി വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് കുറച്ച് കുറവാണെങ്കിലും വിൻഡ് റെസിസ്റ്റൻസ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിലും മിനി 5 പ്രോ തന്നെ ആയിരിക്കും മികച്ചൊരു ഒരു ഡ്രോൺ. ഇതിൻ്റെ കമ്പാരിസൺ നമുക്ക് പ്രൈസ് വൈസ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ്, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസുകളാണ് ഈ രണ്ട് ഡ്രോൺ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഡ്രോൺ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ഞാൻ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി തരുന്നതായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.